പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഇത്രയും വർഷം നടത്തിയ അഴിമതികൾ ഓരോന്നായി പുറത്തേക്ക് വരികയാണ്. അധികാരമാറ്റത്തിന് പിന്നാലെ സുവേന്ദു അധികാരി മമതയുടെ നേതാക്കൾ ഉൾപ്പെടെ നടത്തിയ അഴിമതികളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ മുനിസിപ്പൽ നിയമന അഴിമതി കേസിൽ തൃണമൂൽ കോൺഗ്രസ് മുൻ മന്ത്രിയും പ്രമുഖ നേതാവുമായ സുജിത് ബോസിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്നലെ രാത്രി വൈകിയാണ് CGO കോംപ്ലക്സിൽ ED ഓഫീസിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ രാവിലെ 10:30 ED ഓഫീസിലെത്തിയ അദ്ദേഹത്തെ ഉദ്യോഗസ്ഥർ 10 മണിക്കൂറിലധികമാണ് ചോദ്യം ചെയ്തത്. മൊഴികളിൽ വൈരുദ്ധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്നാണ് ED അറിയിച്ചിട്ടുള്ളത്. സൗത്ത് ദംദം മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായിരുന്ന കാലയളവിൽ നിയമവിരുദ്ധമായി നിരവധി പേർക്ക് ജോലി നൽകിയെന്നതാണ് പ്രധാന ആരോപണം. ഇതിനു പകരമായി വൻതുക കൈക്കൂലിയായി വാങ്ങിയെന്നും ED ആരോപിക്കുന്നുണ്ട്. ഏകദേശം 150ഓളം ഉദ്യോഗാർത്ഥികളെ സുജിത് ബോസ് നേരിട്ട് ശുപാർശ ചെയ്തതായി അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ടുകളിലെ വൻ സാമ്പത്തിക ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളും ED ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ്. പശ്ചിമ ബംഗാളിലെ സ്കൂൾ സർവീസ് കമ്മീഷൻ അഴിമതി കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് മുനിസിപ്പാലിറ്റികളിലെ ഈ നിയമന ക്രമക്കേടുകളിലേക്കും അന്വേഷണം നീണ്ടത്. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റം ഉണ്ടായതിന് പിന്നാലെയാണ് സുജിത് ബോസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഭരണമാറ്റത്തിന് ശേഷം അറസ്റ്റിലാകുന്ന ആദ്യ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമാണ് സുജിത് ബോസ്. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിധാനഗർ മണ്ഡലത്തിൽ TMC സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുജിത് ബോസ് BJP സ്ഥാനാർത്ഥിയോട് പരാജയപ്പെട്ടിരുന്നു. അതേസമയം ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഒട്ടനവധി തൃണമൂൽ കോൺഗ്രസുകാർ അറസ്റ്റിലാകും എന്നതിന്റെ സൂചനയാണ് ആദ്യ വിക്കറ്റ് ഇപ്പോൾ വീണിരിക്കുന്നത്. എന്നാൽ അഴിമതിക്കെതിരായ ശക്തമായ നടപടിയാണെന്ന് BJP മറുപടി നൽകുകയാണ്. പശ്ചിമ ബംഗാളിലെ മറ്റ് 17 മുനിസിപ്പാലിറ്റികളിലും സമാനമായ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. ഇക്കഴിഞ്ഞ മമതാ സർക്കാരിലെ ഫയർ ആൻഡ് എമർജൻസി സർവീസ് വകുപ്പ് മന്ത്രിയായിരുന്നു സുജിത്. സൗത്ത് മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള വിവിധ തസ്തികകളിലേക്ക് 157 ആളുകളെ നിയമവിരുദ്ധമായി ശുപാർശ ചെയ്യുകയും അതിലൂടെ സുജിത്ത് സാമ്പത്തികമായ ഒരു ലാഭം ഉണ്ടാക്കിയെന്നാണ് അറസ്റ്റിന് പിന്നാലെ ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഓരോ നിയമനത്തിനും സുജിത്ത് ലക്ഷങ്ങളാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിൽ വൻതുക നിക്ഷേപമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ടെന്നും ED അറിയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ സുജിത്തിനെ കോടതിയിൽ ഹാജരാക്കും. 7 മണിക്കൂറിലധികം ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു സുജിത്തിന്റെ അറസ്റ്റ് ഉണ്ടായത്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TMC കനത്ത പരാജയം നേരിടുകയും BJP അധികാരത്തിലെത്തുകയും ചെയ്തതിനു ശേഷമുള്ള ഹൈ പ്രൊഫൈൽ അറസ്റ്റാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നടന്നത്. 2009 ഉപതെരഞ്ഞെടുപ്പ് മുതൽ വിധാൻനഗർ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആയിരുന്നു സുജിത്ത്. എന്നാൽ ഇത്തവണ BJPയുടെ ശാരദ് മുഖർജിയോട് പരാജയപ്പെടുകയായിരുന്നു സുജിത്ത്.